പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 318 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഹെൻറിക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ കാമിലൂസ് ഡെ ലെല്ലിസിനെ കുറിച്ചാണ്. 1550 നേപ്പിൾസിലെ അംബ്രൂസോയിലെ ബച്ചിയാനിക്കോയിലാണ് വിശുദ്ധ കാമിലൂസ് ഡെ ലെല്ലിസ് ജനിക്കുന്നത്. വിശുദ്ധൻ്റെ ശൈശവത്തിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. 6 വർഷങ്ങൾക്ക് ശേഷം പിതാവിനെയും നഷ്ടമായി. ഒരു യുവാവായിരിക്കെ സൈന്യത്തിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുതുവാനും വായിക്കുവാനും മാത്രമായിരുന്നു അറിയാവുന്നത്. 1574 തന്റെ സൈനിക വിഭാഗം പിരിച്ചുവിടുന്നതുവരെ വെനീഷ്യനിലും പിന്നീട് നിയോപോളിറ്റൻ സൈനിക വിഭാഗത്തിലുമായിരുന്നു സേവനം ചെയ്തിരുന്നത്. ചൂതാട്ടത്തിൽ അതിയായ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം പലപ്പോഴും തന്റെ അത്യാവശ്യ സാധനങ്ങൾ വരെ ചൂതാട്ടത്തിൽ നഷ്ടപ്പെടുത്തി. ദുർമാർഗികമായ ഈ വിനോദത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശുദ്ധൻ അത്രയധികം ബോധവാനായിരുന്നില്ല. അവസാനം ദാരിദ്ര്യം അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു. അദ്ദേഹം പതിയെ ആ വിനോദത്തിൽ നിന്നും പിന്മാറി. ഉപജീവനം കഴിക്കുവാനായി കപ്പൂച്ചിൻ ഫ്രിയാഴ്സിന്റെ ഒരു ഭവനത്തിൽ കഴുതകളെ നയിക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴും അനുതാപത്തിന് വേണ്ടിയുള്ള ഒരു ഉൾവിളി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കപ്പൂച്ചിൻ ഭവനത്തിലെ ഫ്രിയാറിന്റെ ഉപദേശം വിശുദ്ധന്റെ പരിവർത്തനം പൂർത്തിയാക്കി. ഫ്രിയാറിന്റെ ഉപദേശത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മുട്ടുകുത്തി നിന്ന് തന്റെ മാർത്തടിച്ചുകൊണ്ട് അതുവരെ താൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുകയും തന്റെ മേൽ ദൈവകാരുണ്യം ചൊരിയുവാൻ യാചിക്കുകയും ചെയ്തു. 1575 ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സായിരുന്നു പ്രായം. ആ സമയം മുതൽ തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അനുതാപത്തിലൂന്നിയ ജീവിത രീതിയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. കപ്പൂച്ചിൻ ഫ്രിയാഴ്സിന്റെ ആശ്രമത്തിൽ തന്നെ പ്രവേശിപ്പിക്കുവാൻ അദ്ദേഹം അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പാദത്തിലുണ്ടായിരുന്നൊരു വ്രണം ഒരിക്കലും സുഖപ്പെടുകയില്ല എന്ന് കണ്ടതിനാൽ അദ്ദേഹത്തിന് അവർ പ്രവേശനം നിഷേധിച്ചു. അതേ തുടർന്ന് കാമിലൂസ് തന്റെ രാജ്യം ഉപേക്ഷിച്ച് റോമിലേക്ക് പോയി. അവിടെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചേർന്ന് രോഗികളെ പരിചരിക്കുവാൻ ആരംഭിച്ചു. കെട്ടോടുകൂടിയ തുകൽക്കുപ്പായവും പിച്ചള കൊണ്ടുള്ള അരപ്പട്ടയുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ വേഷം. രാവും പകലും അദ്ദേഹം രോഗികളെ പരിചരിച്ചു. മരണാസന്നരായവർക്ക് അദ്ദേഹം പ്രത്യേകം പരിഗണന നൽകി. അവർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ നൽകുവാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. എളിമയും ഭക്തിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത രീതി. ഞായറാഴ്ചകളിലും ഒഴിവു ദിവസങ്ങളിലും അദ്ദേഹം ദിവ്യകാരുണ്യം സ്വീകരിച്ചു. വിശുദ്ധ ഫിലിപ്പ് നേരിയായിരുന്നു വിശുദ്ധന്റെ കുമ്പസാരകൻ. കാമിലൂസിന്റെ ഈ കാരുണ്യപ്രവർത്തികളും എളിമയും ഭക്തിയും അവിടുത്തെ മേലധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ ആശുപത്രിയുടെ ഡയറക്ടറായി നിയമിച്ചു. അവിടെ ശമ്പളത്തിന് രോഗികളെ പരിചരിക്കുന്നവരുടെ അലസത കണ്ട് മനം മടുത്ത അദ്ദേഹം ഒരു കാരുണ്യ പ്രവൃത്തി എന്ന നിലയിൽ ഇതിനുവേണ്ടി സമർപ്പിക്കുവാൻ ഭക്തരായ കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുവാൻ ഒരു പദ്ധതിയിട്ടു. എന്നാൽ ഇതിൽ ഒരുപാട് തടസ്സങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ഇതേ തുടർന്ന് രോഗികളെ ആത്മീയമായി സഹായിക്കുവാൻ പൗരോഹിത്യപട്ടം സ്വീകരിക്കുവാൻ കാമിലൂസ് തീരുമാനിക്കുകയും അതിനായി പഠനം ആരംഭിക്കുകയും ചെയ്തു. ഗ്രിഗറി മൂന്നാമൻ പാപ്പയുടെ കാലത്ത് സെന്റ് അഫ്ലാസിലെ മെത്രാനായിരുന്ന ഗോൾഡ് വെല്ലിന്റെ കയ്യിൽ നിന്നും കാമിലൂസ് പൗരോഹിത്യപട്ടം സ്വീകരിച്ചു. 1584 അദ്ദേഹം വിറ്റ്സെന്ററിലെ പുരോഹിതനായി നിയമിതനായി. അവർ ലേഡി ഓഫ് മിറാക്കിൾ എന്ന ചാപ്പലിലെ പ്രധാന പുരോഹിതനായി നിയമിതനായതിനാൽ വിശുദ്ധൻ ആശുപത്രിയിലെ തന്റെ ഡയറക്ടർ പദവി രാജിവെച്ചു. അതേ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധൻ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തന്റെ സഭയ്ക്ക് അടിത്തറയിട്ടു. കറുത്ത നിറമുള്ള കുപ്പായമായിരുന്നു അവിടുത്തെ സഭാവസ്ത്രം. വിശുദ്ധൻ അവർക്ക് ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാ ദിവസവും അവർ ഹോളി ഗോസ്റ്റ് എന്ന വലിയ ആശുപത്രിയിൽ പോയി രോഗികളെ വളരെ സ്നേഹത്തോടുകൂടി പരിചരിച്ചു. അവിടുത്തെ രോഗികളിൽ അവർ ക്രിസ്തുവിനെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. അവർ രോഗികളുടെ മെത്തകൾ ശരിയാക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും സന്തോഷകരമായ മരണത്തിനു വേണ്ടി അവരൊരുക്കുകയും ചെയ്തു. രോഗികൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ആത്മീയ സഹായങ്ങളും നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ സഭയുടെ മുഖ്യ ലക്ഷ്യം. അനുതാപത്തെക്കുറിച്ചും മറ്റുള്ള നന്മകളെക്കുറിച്ചും അവരെ പറഞ്ഞു മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മുതലായവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ പുരോഹിതന്മാരെ തയ്യാറാക്കുവാനായി അവർക്ക് വായിക്കുവാൻ വേണ്ട ഗ്രന്ഥങ്ങൾ നൽകുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. മരണശൈലിയിൽ കിടക്കുന്നവർക്കായിരുന്നു വിശുദ്ധന്റെ മുഖ്യ പരിഗണന. അതിനാൽ മരണശൈലിയിൽ കിടക്കുന്നവർക്ക് വേണ്ട എല്ലാ ആത്മീയ സഹായങ്ങളും അദ്ദേഹം നൽകി. വേണ്ട വിധത്തിലുള്ള അനുതാപത്തോടുകൂടി തങ്ങളുടെ അന്ത്യകൂദാശകൾ സ്വീകരിക്കുവാൻ അദ്ദേഹം അവരെ ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ആകൃഷ്ടരാവുകയും അദ്ദേഹത്തിന്റെ പദ്ധതികളെ എല്ലാവരും പ്രശംസിക്കുകയും ചെയ്തു. 1586 സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പ അദ്ദേഹത്തിന്റെ സഭയെ അംഗീകരിച്ചു. അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ ആദ്യത്തെ സുപ്പീരിയർ. റോജർ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു വിശുദ്ധന്റെ ആദ്യ സഹചാരികളിൽ ഒരാൾ. സെന്റ് മേരി മഗ്ദലൈൻ എന്ന ദേവാലയം അവരുടെ പ്രാർത്ഥനയ്ക്കായി നൽകുകയും ചെയ്തു. 1587 അദ്ദേഹം നേപ്പിൾസിലേക്ക് ക്ഷണിക്കപ്പെട്ടു. 12ഓളം സഹചാരികളുമായി അദ്ദേഹം നേപ്പിൾസിലെത്തുകയും അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു.
അക്കാലത്ത് പ്ലേഗ് ബാധിച്ചിട്ടുള്ളതിന് ചില കപ്പലുകൾ തുറമുഖത്ത് അണയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ പയസ് സെർവൻസ് ഓഫ് ദി സിക്ക് എന്ന നാമത്തോടു കൂടിയ വിശുദ്ധന്റെ സഭാംഗങ്ങൾ കപ്പലിൽ പോവുകയും രോഗികളെ പരിചരിക്കുകയും ചെയ്തു. ആ ഉദ്യമത്തിൽ 2 പുരോഹിതന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവരാണ് ഈ സഭയുടെ ആദ്യ രക്തസാക്ഷികൾ. ഒരിക്കൽ പകരുന്ന ഒരുതരം ജ്വരം റോമിൽ പടർന്നു പിടിച്ചപ്പോഴും വിശുദ്ധൻ ഇതേ കാരണം തന്നെ അവിടെയും പ്രദർശിപ്പിച്ചു. പിന്നീട് ക്ഷാമമുണ്ടായപ്പോഴും വിശുദ്ധൻ റോമിൽ തന്റെ കാരുണ്യപ്രവർത്തികൾ നടത്തി. 1592 1600 ക്ലെമന്റ് 8 പാപ്പ ഈ സഭയെ വിശേഷാധികാരങ്ങൾ നൽകി അംഗീകരിച്ചു. തന്റെ ശുശ്രൂഷകൾക്കിടയിൽ വിശുദ്ധൻ സ്വയം ശാരീരികമായ യാതനകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. തന്റെ കാലിലെ ഒരു വ്രണം കൊണ്ടുള്ള യാതന വിശുദ്ധൻ ഏതാണ്ട് 46 വർഷങ്ങളോളം സഹിച്ചു. രോഗികളെ പരിചരിക്കുമ്പോൾ ഉണ്ടായ ഒരു പരിക്ക് 38 വർഷത്തോളം നീണ്ടുനിന്നു. വിശുദ്ധന്റെ പാദത്തിലുണ്ടായിരുന്ന 2 വ്രണങ്ങൾ മൂലം അതികഠിനമായ വേദന അദ്ദേഹം സഹിച്ചിരുന്നു. അതോടൊപ്പം മറ്റ് പല രോഗങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ യാതനകൾക്ക് നടുവിലും തന്നെ തേടി വരുന്നവരെ അദ്ദേഹം കാത്തു നിൽക്കുവാൻ സമ്മതിച്ചിരുന്നില്ല. പലപ്പോഴും വിശുദ്ധനെ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ കട്ടിലിന്റെ വശങ്ങളിൽ പിടിച്ച് ഇഴഞ്ഞായിരുന്നു ഒരു രോഗിയുടെ പക്കൽ നിന്ന് മറ്റൊരു രോഗിയുടെ പക്കലേക്ക് പോയിക്കൊണ്ടിരുന്നത്. 1607 വിശുദ്ധൻ തന്റെ സഭയുടെ നായക പദവി ഉപേക്ഷിച്ചു. ബൊളോണ, മിലാൻ, ജനോവ, ഫ്ലോറൻസ്, ഫെറാര, മെസ്സിന, പാലർമോ, മാൻഡുവ, വിട്ടർബോ, ബോച്ചിയാനോ, തിയേറ്റ, ബുഗാനോഡോ, സെനിയസ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ വിശുദ്ധൻ തന്റെ സഭാഭവനങ്ങൾ സ്ഥാപിച്ചു. പ്ലേഗ് ബാധയുള്ള സ്ഥലങ്ങളിലേക്ക് വിശുദ്ധൻ തന്റെ പുരോഹിതരെ അയച്ചു. 1600 നോളയിൽ പ്ലേഗ് ബാധയുണ്ടായപ്പോൾ അവിടുത്തെ മെത്രാൻ വിശുദ്ധനെ തന്റെ വികാരി ജനറലായി നിയമിച്ചു. ആ അവസരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വിശുദ്ധന്റെ പുരോഹിതന്മാരിൽ നിന്ന് ലഭിച്ച ആശ്വാസം ചെറുതല്ല. ദൈവം വിശുദ്ധനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി പ്രവചനപരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് തുടങ്ങിയ നിരവധി സമ്മാനങ്ങളാൽ അനുഗ്രഹിച്ചു. 1613 റോമിൽ വെച്ച് നടന്ന തന്റെ സഭയുടെ 5ാമത്തെ ജനറൽ ചാപ്റ്ററിൽ വിശുദ്ധൻ പങ്കെടുത്തു. അതിനുശേഷം തന്റെ സഭയുടെ പുതിയ നായകനോടൊപ്പം വിവിധ ഭവനങ്ങളും ആശുപത്രികളും സന്ദർശിക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ ജനോവയിൽ വെച്ച് വിശുദ്ധനെ ഗുരുതരമായ രോഗം പിടിപെട്ടു. എന്നാൽ പിന്നീട് രോഗം കുറച്ച് ഭേദമായപ്പോൾ തന്റെ ആശുപത്രി സന്ദർശനങ്ങൾ വിശുദ്ധൻ പൂർത്തിയാക്കി. അധികം താമസിയാതെ അദ്ദേഹം വീണ്ടും രോഗശയ്യയിലായി. കർദിനാൾ ജിന്നാസിയോയുടെ കൈകളിൽ നിന്നുമാണ് വിശുദ്ധൻ തന്റെ അന്ത്യകുദാശകൾ സ്വീകരിക്കുന്നത്. 1614 ജൂലൈ 14 വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 65 വയസ്സ് കഴിഞ്ഞിരുന്നു. സെന്റ് മേരി മഗ്ദലേൻ ദേവാലയത്തിന്റെ അൾത്താരയ്ക്ക് സമീപത്താണ് അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തത്. എന്നാൽ അവിടെ നടന്ന അത്ഭുതങ്ങൾ ആധികാരികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞ് വിശുദ്ധന്റെ തിരിശേഷിപ്പുകൾ അവിടെ നിന്നും എടുത്ത് അൾത്താരയ്ക്ക് കീഴിൽ സ്ഥാപിച്ചു. 1742 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതിന് ശേഷം അവയൊരു ചെറിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. 1746 ബെനഡിക്ട് 14 പാപ്പ കാമിലോസ് ഡെ ലെല്ലിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ തനത് വഴികളുണ്ടാകും. സ്വയം തിരുത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാനുള്ള ആർജവവും അവർ കാണിക്കും. എന്തിലും ഏതിലും ന്യായീകരണം മാത്രം നിരത്തുന്നവർ കഴിവുകേടിന്റെ ആൾരൂപങ്ങളായിരിക്കും. കഴിവില്ലാത്തവർ താനൊഴികെ എല്ലാവരും പ്രശ്നക്കാരാണെന്ന പൊതുധാരണ അതിവേഗം രൂപപ്പെടുത്തും. ഓരോ തവണയും പഴിചാരാനുള്ള വ്യക്തികളെയോ സംഭവങ്ങളെയോ അവർ കണ്ടെത്തും. കൗശലങ്ങളാൽ കാര്യം സാധിക്കുന്നവർക്ക് അധികകാലം നിലനിൽപ്പുണ്ടാവില്ല എന്ന് ഓർക്കുക. ഏവർക്കും നന്ദി.